നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചു. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ അതിജീവിതയ്ക്ക് നീതി ഉറപ്പായി എന്ന് വാദിക്കുന്നവർ ആണ് ഒരു ഭാഗത്ത്. അതേസമയം ആ 6 പേർ ആർക്കു വേണ്ടിയാണ് ഈ നീചപ്രവൃത്തി ചെയ്തത്? എന്തിനാണ് അവർ ബലാത്സംഗത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത്? അതിനുള്ള ഉത്തരം ആയിരുന്നു ദിലീപ് എന്ന ജനപ്രിയ നടൻ. എന്തുകൊണ്ടാണ് പിന്നെ അന്വേഷണ സംഘത്തിന്റെ വാദങ്ങൾ എറണാകുളം സെഷൻസ് കോടതി തള്ളിക്കളഞ്ഞത്? അടച്ചിട്ട കോടതി മുറിയിൽ ആയിരുന്നു വാദപ്രതിവാദങ്ങൾ നടന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത്? ദിലീപ് എന്തുകൊണ്ട് കുറ്റക്കാരനല്ല എന്ന് കോടതി വിലയിരുത്തി? ഇതിന്റെ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ 12-ാം തീയതി വരുന്ന വിധി പ്രസ്താവം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതേസമയം കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപ് ആദ്യം പ്രതികരിച്ചത് ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ്. തൻ്റെ ആദ്യ ഭാര്യയായിട്ടുള്ള മഞ്ജു വാര്യർ നടിക്കെതിരായ അതിക്രമത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന പരാമർശം നടത്തിയെടുത്തു നിന്നാണ് തുടക്കം. പിന്നീട് സംസ്ഥാനത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ചില മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും ആ ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിന്നു എന്നുകൂടിയാണ് ദിലീപ് പറഞ്ഞു വെച്ചത്. അങ്ങനെയെങ്കിൽ ദിലീപിന് താൻ കുറ്റക്കാരനല്ല എന്ന ബോധ്യം ഉണ്ടെങ്കിൽ, തൻ്റെ കൈകൾ ശുദ്ധം എന്ന ഉറപ്പുണ്ടെങ്കിൽ നിയമ നടപടിക്ക് ദിലീപ് തയ്യാറാകും. എല്ലാവരും ഉറ്റുനോക്കുന്നത് അതാണ്. ന്യൂസ് ഡെസ്കിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം.